ഹലോ ഗൈസ്, ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയില്ലാതെ നമ്മളിങ്ങനെ ചുമ്മാതെ ബോറടിച്ചിരിക്കുമ്പം ചിലപ്പോൾ നമ്മളിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പടം വരയ്ക്കണം തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പടമാണ്. സോ ലെറ്റ്സ് വാച്ച്. ഭയങ്കര ഭംഗിയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കാഷ്വലായിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കണം. നിങ്ങൾ മനസ്സിലാക്കണത് ടൈം പാസിന് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഭയങ്കര ഭംഗിയൊന്നും വേണമെന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് വരച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ കുറേ എഫേർട്ടൊക്കെ എടുത്ത് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പടം വരച്ചായിരുന്നു. പക്ഷെ അപ്പോൾ ഒന്നും ആർക്കും കാണാനൊന്നും താല്പര്യമൊന്നുമില്ല, അങ്ങനെ ആരും കാണുന്നൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കാം. എന്നിട്ടിങ്ങനെ ഓരോ സെക്ഷനിലും നമുക്കിഷ്ടമുള്ള ഓരോ ഡിസൈൻ വരയ്ക്കണം. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ടീച്ചർ ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും വലിയ മനസ്സുണ്ടാവില്ല, പക്ഷേ വർത്തമാനം പറയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതാകുമ്പം നമുക്ക് വേറൊരാളോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സമയങ്ങളെ. അല്ല, എന്നും പറഞ്ഞ് നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടം വരച്ചുകൊണ്ടിരിക്കരുത്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് നല്ല മാർക്ക് കിട്ടും, പക്ഷേ ഇങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് മതിയല്ലേ, ഇത് കൊള്ളാം. ഇതിലൊരു വെറൈറ്റിക്ക് നമുക്കൊരു പിസ്സ ഇങ്ങനെ വരയ്ക്കാം. ഇതിലിടയ്ക്ക് വരയ്ക്കാം അങ്ങനെ. ഇതിനകത്ത് എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാം. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും വരയ്ക്കാം. ഇപ്പം ഇതിനകത്ത് 5 കോളത്തിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് വരച്ചേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു വെറൈറ്റി വരയ്ക്കാം. വെറൈറ്റി എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല, ചെറിയൊരു വെറൈറ്റി.
ഓക്കെ, എന്നിട്ടിങ്ങനെ ഒരു സണ്ണ് വരയ്ക്കാം. ഇനി ഇതിനകത്ത് ഇതിനകത്ത് കുറച്ചുകൂടെ വെറൈറ്റി ആവാം. ഒരു തെങ്ങ് വരച്ചാലോ? ഇനി അപ്പുറത്തെ കോളത്തിൽ പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാണ് തെങ്ങ്. ഇതിനകത്ത് നമ്മൾ പണ്ട് കുഞ്ഞായിരുന്നപ്പം വരച്ച പോലത്തെ ഒരു ചെറുതായിരിക്കും നമ്മൾ സൺറൈസ് ഒക്കെ വരയ്ക്കത്തില്ലേ, അതുപോലത്തെ ഒരു ഐറ്റം. ഇത്രയും സ്ഥലത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യാത്തത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സണ്ണിൻ്റെ വെട്ടം അടിച്ച് ഇവിടേക്ക് നല്ലിങ്ങനെ തിളങ്ങിയിരിക്കുന്നതായിട്ടാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം ലൈറ്റായിട്ടൊരു ഭംഗിക്ക്. ഓക്കെ, ഓക്കെ. ഇനി ഈ കോളം നമുക്ക് വെറുതെ വിട്ടേക്കാം, ഒന്നുമില്ലാത്തത് ഒരു ഭംഗിയാണല്ലോ. ഇനി ഇതിൽ നമുക്ക് ഇതേ ഐറ്റം കുറച്ചുകൂടെ, ഇപ്പം ഞാനിത് ഭയങ്കര കെയർലെസ് ആയിട്ടാണല്ലോ, കെയർ ഫ്രീ ആയിട്ടാണല്ലോ ഈ വരയിട്ടത്. പക്ഷെ ഇത് കുറച്ചും കൂടെ നമുക്ക് കെയർഫുള്ളായിട്ട് ഈ വരയിടാം. ഓക്കെ, അത്ര കെയർഫുള്ളായിട്ട് വന്നില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് മേളിൽ നിന്ന് താഴോട്ടും ഇങ്ങനെ ഇടാം. ഓക്കെ, എന്നിട്ട് ഈ സെയിം തിങ് ഇവിടെയും വരയ്ക്കാം. But with a small twist എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് ഒന്നും കൂട്ടരുത്. പക്ഷെ ഐ തിങ്ക് ഈ പടത്തിൽ അങ്ങനെ ആർക്കും എക്സ്പെക്റ്റേഷൻ കൂടൂല. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ മൈലാഞ്ചി ഇടുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോളംസിൽ ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞ് വര. ഓക്കെ, ഓക്കെ. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുപോലെ ഒന്നും വരുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല.